ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട PV അൻവറെ കുറിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം നന്നായി ഉറങ്ങിയെന്നാണ് ഇന്ന് പറഞ്ഞത്. അതുകൊണ്ടാകാം ഇന്നലെ കണ്ട അൻവറോ ആയിരുന്നില്ല ഇന്ന്. അൻവറിന്റെ ശരീരഭാഷ തന്നെ മാറി. ആക്രമണോത്സുകത തിരിച്ചു വന്നു. പഴയ ഫോമിലേക്കെത്തി PV അൻവർ. രാവിലെ തന്നെ MV ഗോവിന്ദനെ കണ്ട അൻവർ P ശശിക്കെതിരായ പരാതി എഴുതി നൽകി. എല്ലാം ബോധ്യപ്പെടുത്തി. താമസിക്കുന്ന ഫ്ലാറ്റിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അദ്ദേഹം MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയെ കണ്ട് തിരിച്ചുവന്ന PV അൻവർ ആ പഴയ ഫോമിലെ PV അൻവറാണ്. വാക്കുകളിൽ പഴയ തീ, ആരോപണങ്ങളിൽ പഴയ ചൂട്. ADGP MR അജിത് കുമാറിനെ ഇന്നും വെറുതെ വിട്ടില്ല PV അൻവർ. തുടർച്ചയായ ആരോപണ തിരമാലകൾക്ക് പിന്നാലെ ഇന്നും വന്നു ഒരെണ്ണം. RSS പരിപാടിയിൽ അജിത് കുമാർ പങ്കെടുത്തുവെന്ന ഗുരുതരമായ ആരോപണം. കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് പാലക്കാട് ഒരു RSSന്റെ ഒരു വലിയ വളരെ വേണ്ടപ്പെട്ടവരുടെ ഒരു യോഗത്തിൽ ഈ പറയുന്ന MR അജിത് കുമാർ പങ്കെടുത്തു, അഭിവാദ്യങ്ങൾ അർപ്പിച്ചു എന്ന ഒരു വിവരം എൻ്റെ അടുത്തുണ്ട്. വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് പോലീസിൽ നിന്ന് എനിക്കത് എന്നോടത് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വസ്തുത കുറച്ചും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെ ഞാൻ അറിയിക്കും. ADGP തൃശ്ശൂർ പൂരം അന്വേഷിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അദ്ദേഹം തന്നെയല്ലേ അതിലെ കള്ളൻ, കാട്ടുകള്ളൻ. ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കടക്കൽ കത്തിവെക്കുകയാണ് തൃശ്ശൂർ പൂരം കലക്കിക്കൊണ്ട് ഈ ADGP ചെയ്തത്. അതിലെന്താ തർക്കം? അല്ല, ഇപ്പൊ സ്പർജൻ കുമാർ എങ്ങനെ അദ്ദേഹം ഒരു റിപ്പോർട്ട് ഇദ്ദേഹത്തിനെതിരെ കൊടുക്കുക? ഇദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് കൊടുക്കാനുള്ള ശേഷി ബഹുമാനപ്പെട്ട സ്പർജൻ കുമാറിന് ഇല്ല എന്ന് എനിക്കറിയാം. എപ്പോഴും മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്ന, മുഖ്യമന്ത്രിയെ പിതൃതുല്യൻ എന്ന് വിളിക്കുന്ന അൻവറിന് മനസ്സിലായി പാർട്ടി പ്രവർത്തകർക്കിടയിൽ പിണറായി വിജയന്റെ ഗ്രാഫ് ഇടിഞ്ഞുവെന്ന്. കാരണക്കാർ പോലീസുകാരാണെന്ന് തുറന്നു പറയുന്നു നിലമ്പൂർ MLA. ഇത് ഈ പോലീസിങ് ഈ പാർട്ടിയെ തളർത്തിക്കളഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ വലിയ രീതിയിൽ കഴിഞ്ഞ കുറച്ച് കാലമായി ഇടിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും പാർട്ടിയോടും ഉണ്ടായിരുന്ന ഈ താല്പര്യം കുറഞ്ഞ് പാർട്ടിയുടെ അനുഭാവി വൃന്ദം വലിയൊരു ശതമാനം പാർട്ടിയിൽ നിന്ന് പരിപൂർണമായും അകന്നിരിക്കുകയാണ്. പാർട്ടി പ്രവർത്തകരിൽ 50% ഇവിടെ നിർജീവമായി കഴിഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണിൽ കാണുകയാണ്, ഞാൻ അനുഭവിക്കുകയാണ്. അൻവറിന് പിന്നിൽ P ജയരാജനാണെന്നൊരു കഥ പാടി നടക്കുന്നുണ്ട് ആരൊക്കെയോ. അതിന് കൃത്യമായി ഉത്തരം പറഞ്ഞു ഇന്ന് റിപ്പോർട്ടറിൽ വെച്ച്. PJയോട് സംസാരിച്ചിട്ടേയില്ല ഈ വിഷയങ്ങളൊന്നും. ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുമായി ഞാൻ സംസാരിച്ചോ? ജയരാജേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ചു? ഞാൻ ഒരാളുമായി സംസാരിച്ചിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ സ്വർണ്ണക്കടത്ത് ആരോപണം അട്ടിമറിക്കാൻ ശ്രമം തുടങ്ങിയെന്നും പറഞ്ഞു അൻവർ. കൊണ്ടോട്ടിയിലെ ഉണ്ണികൃഷ്ണൻ എന്ന സ്വർണ്ണപ്പണിക്കാരൻ സാധനങ്ങൾ എടുത്തുമാറ്റുന്ന ദൃശ്യങ്ങൾ കയ്യിലുണ്ട്. സ്വർണം കൊണ്ടുവരുന്നവരുടെ വീടുകളിൽ ഡാൻസ് ഓഫ് സംഘം രഹസ്യമായി എത്തുന്നുവെന്നും ഗുരുതരാരോപണം. നിങ്ങൾ കൊണ്ടോട്ടിയിലൊരു സ്വർണ്ണ അപ്രൈസർ ഉണ്ട്, ഉണ്ണി. ഈ കസ്റ്റംസിൻ്റെ അപ്രൈസറാണ് ഉണ്ണി. ഇന്നലെയും മിനിയാന്നുമായിട്ട് ആ കടയിൽ നിന്ന് സാധനങ്ങൾ കടത്താണ്. ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്ന അവിടെ കൊണ്ട് അപ്രൈസ് ചെയ്യുന്ന ഉരുക്കുന്ന ഉണ്ണി എന്ന് പറയുന്ന, തട്ടാൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ സ്വർണ്ണപ്പണിക്കാരന്, ഗോൾഡ് സ്മിത്ത്, അവൻ സാധനങ്ങൾ എടുത്തു മാറ്റി. അതിൻ്റെ രാത്രി എടുത്ത വീഡിയോസ് ഉണ്ട് നമ്മളെ കയ്യിൽ. അവനെ പിടിച്ചാലറിയും ഇതിൻ്റെ ഒന്നാം ഘട്ടം. അവിടെ തെളിവ് നശിപ്പിക്കുക. സ്വർണം കൊടുന്ന പലരുടെയും വീടുകളിൽ ഡാൻസ് ഓഫിൻ്റെ ആളുകൾ സ്വകാര്യമായി ബന്ധപ്പെടുന്നുണ്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട്. ഇത് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. സുജിത് ദാസ് എന്തിനാ 3 ദിവസം ലീവിന് പോയത്? ഈ വിഷയം ഉണ്ടായപ്പോൾ സുജിത് ദാസ് പോയില്ല IPS ലീവിന്. എന്തിനാ പോയത്? അന്നേ പറഞ്ഞല്ലോ ഞാൻ. അല്ല, ഇത് ഇന്നലെ കിട്ടിയ വിവരമാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞതിന് ശേഷം കിട്ടിയ വിവരങ്ങളാണ്. ADGPക്കെതിരായ അന്വേഷണ സംഘത്തിൽ ഒട്ടും തൃപ്തനല്ല MLA. ഹെഡ് മാസ്റ്ററെ കുറിച്ചൊരു പരാതി വന്നു. വളരെ സീരിയസ് ആയ പരാതി ഹെഡ് കുറിച്ച്. അതാരാ അന്വേഷിക്കുക? ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനുമാണോ അന്വേഷിക്കുക? എന്നിട്ട് ആ അദ്ദേഹത്തിന് തന്നെയാണോ റിപ്പോർട്ട് കൊടുക്കുക? അല്ലല്ലോ. അങ്ങനെയുള്ള ഒരു നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ? എനിക്ക് ഇതിന് പ്രൊസീജിയർ പാലിക്കേണ്ടതുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും.
അല്ലാതെ ഈ പറഞ്ഞതുപോലെ ആ ഹെഡ് മാസ്റ്റർ കസാലയിൽ ഇരുന്നിട്ട് പ്യൂണത് അന്വേഷിക്കും എന്ന അഭിപ്രായം എന്നുള്ള അതിൻ്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിന് ഈ പാർട്ടിക്കൊക്കെ ഇല്ലേ? PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും വിമർശനങ്ങളും ശക്തമാകുന്നതിനിടെ പ്രതികരണവുമായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും രംഗത്തെത്തി. ഇതിനു മുൻപും ആക്രമണങ്ങൾ നേരിട്ടുണ്ടെന്നും തനിക്കാരോടും പകയില്ലെന്നും P ശശി ഒരു ഇംഗ്ലീഷ് വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. അൻവറിന്റെ ആരോപണങ്ങളെല്ലാം പ്രതിപക്ഷത്തിനുള്ള വടികൾ കൂടിയാണ്. പൂരം കലക്കൽ പ്രതിപക്ഷവും ഏറ്റെടുത്തിട്ടുണ്ട്. അല്ല, ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്കൊരു ഉറപ്പ് എവിടെ നിന്നും ലഭിച്ചിട്ടില്ല. നീതിപൂർവമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും ആ കുറ്റം ചെയ്തവർ അതിന് അനുസൃതമായ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്തുകൊണ്ട് ഈ പോലീസ് ജനങ്ങളെങ്ങനെ നിരന്തരമായി ഉറപ്പിക്കുന്നു? എന്താണ് ഇതിന് കാരണം? എന്തുകൊണ്ട് തൃശ്ശൂർ പൂരം കലക്കുന്നു? എന്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ അങ്ങനെ അലങ്കോലപ്പെടുത്തിയിട്ടുള്ളവർ അക്രമികളാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ സഖാക്കൾക്കെതിരെ കേസെടുക്കുന്നു. ഇങ്ങനെ ഒരു വൃത്തികെട്ട BJPയെ ജയിപ്പിക്കാൻ തൃശ്ശൂർ പൂരം പോലീസ് കലക്കിയെന്നുള്ള ഗുരുതരമായ ആരോപണം വന്നു. അപ്പോൾ എന്തായിരുന്നു പ്രതിരോധം ഇടതുപക്ഷത്തിന്റെ? തൃശ്ശൂരിലെ പോലീസ് കമ്മീഷണർ അഴിഞ്ഞാടി. ഈ കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ അതിന്റെ മീതെയുള്ള ഉദ്യോഗസ്ഥൻ ഈ ADGP അജിത് കുമാർ തൃശ്ശൂരിലുണ്ടായിരുന്നല്ലോ. എന്നിട്ട് എന്തേ ഇടപെട്ടില്ല? തൃശ്ശൂർ പൂരം കലക്കി BJPയെ ജയിപ്പിക്കാൻ പോലീസിനെ കൊണ്ട് ഇടപെടിച്ച് കലക്കിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി അതിന് നേതൃത്വം കൊടുത്ത ആളാണ് ADGP. അതുകൊണ്ടാണ് ഇത്രയും കൊലപാതകം, സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ലഹരി മരുന്ന് ഏർപ്പാട് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും ADGP അജിത് കുമാറിനെയും അയാൾക്ക് എല്ലാ പിന്തുണയും കൊടുക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്. ഈ സംഘപരിവാറുമായി മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ഒരു അൺഹോളി നെക്സസ്, അവിഹിതമായ ബാന്ധവം നേരത്തെ മുതലുണ്ട്. അതൊന്നുകൂടി വ്യക്തമായിരിക്കുകയാണ്. കേന്ദ്ര ഏജൻസികൾക്ക് ഇത് സർക്കാർ കൈമാറണം. സംസ്ഥാന മുഖ്യമന്ത്രിയോ പാർട്ടി നേതാക്കളോ മാത്രം ആലോചിച്ച് ഒത്തുതീർപ്പാക്കേണ്ട ഒരു വിഷയവുമല്ല അദ്ദേഹം പരസ്യമായി ഉന്നയിച്ചത്. ഈ കാര്യത്തിൽ CPMന്റെ കേന്ദ്ര നേതാക്കൾ, പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്നവർ, അവർ മൗനം വെടിയണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. കാനം രാജേന്ദ്രന്റെയും വെളിയം ഭാർഗവന്റെയും കസേരയിൽ ഇരുന്ന് നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണ് ബിനോയ് വിശ്വത്തിന്. നട്ടലിന്റെ സ്ഥാനത്ത് വെറും വാഴപ്പിണ്ടിയാണ് ബിനോയ് വിശ്വത്തിന്. ചോദ്യം ഇതാണ്: PR അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിക്ക് ബോധ്യപ്പെട്ടു. BRM ഷഫീർ കോൺഗ്രസ് പ്രതിനിധി, ഇടത് സഹയാത്രികൻ ഡോക്ടർ പ്രേംകുമാർ, BJP പ്രതിനിധി സന്ദീപ് വാചസ്പതി, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് അസഫ് അലി എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം അഡ്വക്കേറ്റ് അസഫ് അലിയിലേക്ക്. അഡ്വക്കേറ്റ് അസഫ് അലി, എത്രമാത്രം ഗുരുതരമായ ആരോപണങ്ങളാണ് PV അൻവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? പൂരം കലക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥൻ ഇറങ്ങുക, ആ ഉദ്യോഗസ്ഥനെതിരെ കൊലപാതക കുറ്റം മുതൽ സ്വർണം വെട്ടിക്കലടക്കം രാജ്യദ്രോഹ കുറ്റം വരെ ആരോപിക്കുക, ആ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP ആയി തുടരുക, ആ ഉദ്യോഗസ്ഥനെതിരെയുള്ള അന്വേഷണ സംഘത്തിൽ ആ ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് ചെയ്യേണ്ട 2 IPS ഉദ്യോഗസ്ഥർ കടന്നുകൂടുക, ആ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം മുന്നോട്ട് പോവുക. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അഡ്വക്കേറ്റ് അസഫ് അലി? ബഹുമാനപ്പെട്ട നിലമ്പൂർ MLA പുറത്തുവിട്ട വിവരങ്ങൾ, അത് ഇന്നലെ ഞാൻ പല ചാനലിലും പറഞ്ഞു, അത് ഒരിക്കലും ഒരു ആരോപണമല്ല. അത് വളരെ സീരിയസ് കുറ്റകൃത്യങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ്. ആ വിവരങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കേരള പിറവിക്ക് ശേഷം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ ഒരാൾക്കെതിരെ ഇത്രയും കൂടുതൽ ക്രൈംസ് സംബന്ധമായിരിക്കുന്ന, ഒഫൻസ് സംബന്ധമായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. മുഖ്യമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ച അന്വേഷണ സംഘമൊന്നുമല്ല അതൊരു ഐവാഷാണ്. നമ്മൾ പരിശോധിക്കുക, ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന നമ്മൾ കണ്ടില്ലേ? എന്താണ് ആരോപണങ്ങൾ? മേർഡറാണ്, ഗോൾഡ് സ്മഗ്ലിംഗ് ആണ്, അതുപോലെ തന്നെ പൂരം കലക്കലാണ്, കസ്റ്റോഡിയൽ ഡെത്താണ്, മാൻ മിസ്സിംഗ് ആണ്. ഇതെല്ലാം വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ടോപ്പ് ലെവൽ IPS ഉദ്യോഗസ്ഥനെതിരായിട്ടാണ്. നമ്മളെ കേരളീയ ജനതയുടെ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കിയ, മനുഷ്യൻ്റെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അവൻ്റെ വസ്തുക്കൾക്കും അവൻ്റെ കിടപ്പാടത്തിനും സേഫ്റ്റി നൽകേണ്ട, സുരക്ഷിതം നൽകേണ്ട, കുറ്റകൃത്യങ്ങളിൽ നിന്ന് അവന് രക്ഷ നൽകേണ്ട
ലോ ആൻഡ് ഓർഡറിന്റെ തലവനായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ടാണ് ഈ ആരോപണങ്ങളല്ല ഈ കുറ്റകൃത്യങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ. അപ്പൊ ശരിക്കും ഞാൻ ആലോചിക്കുന്നത് അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹം ഇന്നും ഓഫീസിൽ പോയി കുറ്റകൃത്യത്തിന്റെ കേസുകളുടെ ഫയലുകൾ ഒപ്പിട്ടിരിക്കുകയാണ്. ഇത് ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു കള്ളനോട്ടടി കേസിലെ പ്രതിയെ റിസർവ് ബാങ്ക് ഗവർണറാക്കിയാൽ ഏതുപോലെ ഇരിക്കും? കേരളത്തിന്റെ സ്ഥിതി ഇന്ന് അതാണ്. ഇപ്പൊ ബഹുമാനപ്പെട്ട ഈ നിലമ്പൂർ MLA ആദ്യം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞ ഗുരുതരമായ പ്രശ്നങ്ങൾ, വിഷയങ്ങൾ ആദ്യം ഒന്നും ചെയ്യുന്നില്ല. ആദ്യം ആരോടാണ് പരാതി പറയുന്നത്? പിണറായി വിജയനോടാണ്, മുഖ്യമന്ത്രി. ഈ സംഭവത്തിന്റെ ഡോക്ടർ നേരത്തെ സംസാരിച്ചതുപോലെ ഇതിന്റെയൊക്കെ ശരിയായ വില്ലൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ സ്ക്രിപ്റ്റിനനുസരിച്ച് താളം തുള്ളിയതാണ് ഈ ADGPയും മറ്റുമെല്ലാം. അപ്പൊ ആ മുഖ്യമന്ത്രി അദ്ദേഹം ADGP തള്ളിപ്പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി തള്ളിപ്പറയാൻ പറ്റുമോ? ഇതിലെല്ലാം ഇൻവോൾവ് ആയിരിക്കുന്ന വിഷയം മുഖ്യമന്ത്രി തന്നെയാണ്. അതുകൊണ്ടാണ് നിലമ്പൂർ MLA ഇപ്പൊ ഒരു മർഡർ കേസിനെ കുറിച്ചുള്ള ഒരു ക്ലൂ അയാൾക്ക് കിട്ടിയാൽ അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം പരാതി മുഖ്യമന്ത്രിയുടെ അടുത്താണ് കൊടുക്കേണ്ടത്. അദ്ദേഹം ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലിരിക്കുന്നുണ്ടെങ്കിൽ ആ അന്വേഷണം സംബന്ധിച്ച് ഒരു തുടരന്വേഷണത്തിന് ഒരു ചെറിയ കടലാസിൽ എഴുതി ആ അന്വേഷണ ഏജൻസിക്ക് കൊടുക്കണം. അത് ചെയ്തോ? ചെയ്തില്ല. ആരോപണങ്ങളിൽ പലതും എവിഡൻഷ്യറി മൂല്യമില്ലാത്ത ആരോപണങ്ങളാണ് എന്നൊരു വിമർശനം കൂടി അദ്ദേഹത്തിനെതിരെയുണ്ട്. അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളെല്ലാം കാടടച്ചു വെടിവെക്കുകയാണോ എന്ന് അമ്പരന്നിരിക്കുകയാണ് ഇടതുപക്ഷത്തെ ചില ആളുകളെങ്കിലും. അതിൽ ചിലതിൽ കഴമ്പുണ്ടെങ്കിലും ഏതിലാണ് കഴമ്പുള്ളത്, ഏതിലാണ് പതിരുള്ളത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ അഡ്വക്കേറ്റ് അസഫ് അലി. അങ്ങ് പറഞ്ഞതുപോലെ കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങളാണെങ്കിൽ നമുക്കതൊരു വിവരം എന്ന നിലയിൽ കണക്കാക്കാം. ഇതങ്ങനെയല്ലല്ലോ. ഇപ്പോൾ മാമിയുടെ കൊലക്കേസിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം, ഇടവണ്ണയിലെ കൊലക്കേസിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സുജിത്ദാസിനെ പ്രൊട്ടക്ട് ചെയ്തത് അന്വേഷിക്കണം. ഇങ്ങനെ പൊതുവെ ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് PV അൻവർ നടത്തുന്നത്. അല്ല അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ശരിക്കും നമ്മൾ വെർബാറ്റം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് ആ കൊലപാതകത്തിലുള്ള ഇദ്ദേഹത്തിന്റെ റോള് എന്ന നിലയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അന്വേഷിക്കണമെന്ന് പറയണമെങ്കിൽ ഈ അട്രിബ്യൂട്ട് സം ഇൻവോൾവ്മെന്റ്. ഞാൻ പറയുന്നത് ഈ നിലമ്പൂർ MLA ഈ പ്രസ്താവന വായിച്ചിട്ട് ADGPയെ കുറ്റക്കാരനാണെന്ന് കണ്ട് ജയിലിലേക്കാനോ അല്ലെങ്കിൽ അയാളുടെ സർവീസ് പിരിച്ചുവിടാനോ അല്ല പറയുന്നത്. അതൊരു ക്ലൂ ആണ്. ആ ക്ലൂ ശരിക്കും ആ കേസെല്ലാം ഇപ്പോൾ അന്വേഷണത്തിലും വിചാരണയിലുമായി നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം എന്തുകൊണ്ട് ആ ഏജൻസിയെ ഇത് സമീപിക്കുന്നില്ല? അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വിവരങ്ങൾ കുറെയൊക്കെ വെള്ളം ചേർത്തതായിരിക്കാം, പക്ഷേ കുറെ കഴമ്പുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ഇലക്ടറൽ ഒഫൻസ് ആയിട്ട് അതിന്റെ സമയം കഴിഞ്ഞു പോയി തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുള്ള ഒരു ഹർജിയായിട്ട് വരേണ്ടതാണ്. കാരണം പോലീസിനെ ഉപയോഗിച്ച് ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ വേണ്ടി അവസരമുണ്ടാക്കി, ഒരു സീരിയസ് ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ടാക്കി. എല്ലാവരും കണ്ടതല്ലേ? അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, അണിയറിൽ പ്രവർത്തിച്ച ആളുകളെ വിവരം മാത്രമേ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുള്ളൂ. അപ്പൊ ആ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ വെച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടിട്ട് എന്ത് ഫലം? മുഖ്യമന്ത്രിയെ ഈ വിവരങ്ങളെല്ലാം മുഖ്യമന്ത്രിയെ കണ്ടാൽ മുഖ്യമന്ത്രി ഈ ADGP തള്ളിപ്പറയാൻ പറ്റുമോ? ഒരു മരമുറി കേസിൽ നമ്മൾ കേട്ടില്ലേ വിവരങ്ങൾ, ടെലിഫോൺ സംഭാഷണങ്ങൾ. ആ മരമുറിയുടെ ആ തേക്ക് മരം ലേലം ചെയ്ത് വിറ്റതിലെ ക്രമക്കേട് നമ്മൾ കേട്ടില്ലേ? ADGPക്കെതിരെ ഡിസ്പ്രപ്പോർഷൻ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം, നമ്മൾ വിജിലൻസ് നടത്തുന്ന പല കേസുകളും അനോണിമസ് ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിലിമിനറി എൻക്വയറി നടത്തി FIR ഇടുന്നത്. അനോണിമസ് ഫോൺ കോൾ. ഈ MLAയുടെ വിവരം അനുസരിച്ച് അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു പലേഷ്യൻ ബിൽഡിംഗ് എടുക്കുന്നു. അതവിടെ ഉള്ളതല്ലേ? സത്യമല്ലേ? ആ വിവരവും ഇദ്ദേഹത്തിന്റെ നോൺ സോഴ്സ് ഓഫ് ഇൻകവും പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിൽ വിജിലൻസ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് ഇന്ന് കേസ് എടുക്കാൻ പറ്റുമല്ലോ. ഒരു പ്രിലിമിനറി നിരീക്ഷണമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വിജിലൻസ് അന്വേഷണം തുടങ്ങുന്നു എന്നാണ് ADGPക്കെതിരെ. ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. അങ്ങ് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് പങ്കുവച്ചത്. ഞാൻ രണ്ടാം ഘട്ടത്തിൽ അങ്ങയിലേക്ക് തിരികെ വരാം. നമുക്കൊപ്പം കോൺഗ്രസ് പ്രതിനിധിയുണ്ട്. അതിനു മുമ്പ് ഡോക്ടർ പ്രേംകുമാർ, ഇപ്പോൾ ഈ കേട്ടിരിക്കുന്നതെല്ലാം മുഖ്യമന്ത്രിയിലേക്ക് ചെന്ന് തറയ്ക്കുന്ന ആരോപണങ്ങളല്ലേ?
ആഭ്യന്തര വകുപ്പിനെ, ആ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കി തെരുവിൽ വലിച്ചിഴച്ച് നടത്തുന്ന ഈ ആരോപണ യുദ്ധത്തോട് ഇടതു പ്രവർത്തകരുടെ പ്രതികരണം സംയമനത്തോടു കൂടിയുള്ളതാണ്. പലരും പിന്തുണ നൽകുന്നതാണ്. പാർട്ടിയെ ശുദ്ധീകരിക്കാൻ പാർട്ടിക്ക് പുറത്തു നിന്നുള്ള ഒരാൾ ശ്രമിക്കുന്നു എന്നതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതൊരു കൊട്ടാര വിപ്ലവമാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഡോക്ടർ പ്രേംകുമാർ, അത് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. തൊട്ടു മുമ്പ് വളരെ വിശദമായി സംസാരിച്ചത് അഡ്വക്കേറ്റ് ആസിഫ് അലി ആയതുകൊണ്ടും അദ്ദേഹത്തെ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് ഒരു ലീഗൽ എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ മാത്രമായതുകൊണ്ട് ഒരു കാര്യം പറയണം. അദ്ദേഹം കോൺഗ്രസിന്റെ വളരെ ടോളായിട്ടുള്ള ഒരു ലീഡർ കൂടെയാണ്. ഞാൻ മനസ്സിലാക്കുന്ന AICCയുടെ മെമ്പർ പോലും ആയിരുന്നു അദ്ദേഹം. എനിക്ക് അദ്ദേഹത്തെ ആ കാര്യത്തിൽ ബഹുമാനമാണ്. പക്ഷേ ഈ പറയുന്നതിൻ്റെ അകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കെതിരെ, രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ സെക്ഷൽ ഹാരസ്മെന്റ് കേസ് വന്നിട്ടുണ്ടായിരുന്നു. ആ കേസ് ആദ്യമായിട്ട് 2019 ഏപ്രിൽ 20 ഫസ്റ്റ് ടൈം ഹിയർ ചെയ്ത ബെഞ്ചിൽ, ഡിവിഷൻ ബെഞ്ചിൽ രഞ്ജൻ ഗൊഗോയ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജൂനിയേഴ്സായ 2 ജഡ്ജസ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അത് മറ്റൊരു ബെഞ്ചിന് കൈമാറുന്നത്. ആ ബെഞ്ചിലെ ജഡ്ജസും രഞ്ജൻ ഗൊഗോയുടെ ജൂനിയേഴ്സ് തന്നെ ആയിരുന്നു. പക്ഷെ ആ ബെഞ്ചിൽ ഗൊഗോയ് ഉണ്ടായിരുന്നില്ല. ഫൈനലി അവർ കണ്ടെത്തിയത് ഈ അക്യൂസേഷനിൽ എവിഡൻസസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കേസ് ക്ലോസ് ചെയ്യായിരുന്നു. അതായത് ഒരു ADGPക്കെതിരെ ഒരു അക്യൂസേഷൻ വന്നാൽ ആ അന്വേഷണ ടീമിൽ അദ്ദേഹത്തിന്റെ സീനിയേഴ്സ് മാത്രമേ ഉണ്ടാകാവുള്ളൂ എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. സ്വാഭാവികമായിട്ടും എൻക്വയറി ടീമിൽ, ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ജൂനിയറായ ഓഫീസേഴ്സും ഉണ്ടാവും. ഒരു അക്യൂസേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു MLA, ഭരണപക്ഷത്താവട്ടെ പ്രതിപക്ഷത്താവട്ടെ, ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് പോലീസ് ടീം ഉണ്ടാക്കി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നല്ലാതെ സ്പോട്ട് തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുക, ഡിസ്മിസ് ചെയ്യുക, റിമൂവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ചെയ്താൽ ആ ഓഫീസറുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ ഇവിടെ നിയമമുണ്ട്. ഇതേ അഡ്വക്കേറ്റ് ആസിഫ് അലി തന്നെ ആ ഉദ്യോഗസ്ഥന് വേണ്ടി കോടതിയിൽ ഹാജരാവുകയും ഏത് അഡ്വക്കേറ്റും ചെയ്യുന്നത് പോലെ അയാളെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ഓർഡേഴ്സ് സംഘടിപ്പിക്കുകയും അങ്ങനെ സർക്കാരിന് പിന്നെ ഒരു ബ്ലോ ആവുകയും ചെയ്യും. ഇവിടെ PV അൻവർ എന്ന് പറഞ്ഞ ഒരു MLA കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഡോക്യുമെന്ററി എവിഡൻസ് ഒന്നും ആരുടെ കയ്യിലുമില്ല. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. മുഖ്യമന്ത്രി ഏറ്റവും വേഗത്തിൽ തന്നെ അതിന്റെ പ്രൊസീജിയേഴ്സ് നടത്തുന്നു. അതിനെപ്പറ്റി നമുക്ക് വിമർശിക്കാം. പക്ഷെ അല്ല വേണ്ടത്, എല്ലാവരെയും വെടിവെച്ച് കൊല്ലണം, പിണറായി വിജയൻ അപ്പം തന്നെ രാജിവെക്കണം എന്ന് പറയുന്ന കാര്യത്തിനോട് ലോജിക്കലി അതിനെ അംഗീകരിക്കാൻ പറ്റും. മുഖ്യമന്ത്രിയുടെ കയ്യിലല്ലേ? മുഖ്യമന്ത്രിയെ നിർത്തിക്കൊണ്ട് ആഭ്യന്തര വകുപ്പിനെ വിമർശിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയിലേക്ക് വന്നു ചേരില്ലേ? ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും മുഖ്യമന്ത്രി അറിയുന്നില്ലെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് തന്നെ ഇടിഞ്ഞു പോകത്തക്ക രീതിയിൽ സ്വന്തം വകുപ്പിലെ ഉദ്യോഗസ്ഥർ തനിക്കെതിരെ നീക്കം നടത്തുന്നത് അറിയാത്ത മുഖ്യമന്ത്രി, അറിയാത്തൊരു ആഭ്യന്തര വകുപ്പ് മന്ത്രി ആഭ്യന്തര വകുപ്പിന് എന്തിനാണ് ഡോക്ടർ പ്രേംകുമാർ? അല്ല, ഇത് വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സിനാരിയോ ആണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ സിനാരിയോ ആണ്. കാരണം PV അൻവർ എന്ന് പറഞ്ഞ ആൾ വളരെ കൃത്യമായിട്ട് പറയുന്നു, അദ്ദേഹത്തിന് കേരളത്തിന്റെ കേസിൽ ഇടതുപക്ഷത്തിലും CPM-നും തന്നെയാണ് വിശ്വാസം. മരണം വരെ അദ്ദേഹം CPM-ന്റെ കൂടെ ആയിരിക്കുമെന്ന്. അതേസമയം തന്നെ CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിട്ടുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന സർക്കാർ, ആ സർക്കാരിന്റെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നതിൽ നിന്ന് അതിനെ തടയുന്നത് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ADGP അടക്കമുള്ളവരുമാണെന്നും പറയുന്നു. മാത്രമല്ല, അരുൺ ഇന്ന് രാവിലെ ചോദിച്ചതുപോലെ ഇത് ആദ്യം മുഖ്യമന്ത്രിയോട് പറയുകയും ഗോവിന്ദ മാഷോട് പറയുകയും ചെയ്തിട്ട് അതിനുശേഷം മീഡിയ അറിയുകയോ ലീക്ക് ചെയ്യുകയോ അല്ല ചെയ്യുന്നത്. ആദ്യം മീഡിയയോട് പറയാണ്, കംപ്ലീറ്റ് എക്സ്പോസ് ചെയ്യാണ്. അതിനുശേഷമാണ് ഗോവിന്ദ മാഷോടും പിണറായി വിജയനോട് പറയുന്നത്. ഇതുവരെ നമ്മൾ CPM-നകത്ത് കണ്ടിട്ടില്ലാത്ത ഒരു രീതിയാണ് ഞാനിങ്ങനെ കാണുന്നത്. ഇത്തരത്തിലുള്ള ഡിസ്കോഴ്സസിന്റെ എല്ലാം സ്വഭാവം മാറുകയാണ് അരുൺ. എല്ലാ സ്വഭാവവും മാറുകയാണ്. അത് പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്, ഞാനത് തള്ളിക്കളയുന്നില്ല. പക്ഷേ അത് ഇടതുമുന്നണിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന പ്രഹരം വലുതല്ലേ ഡോക്ടർ പ്രേംകുമാർ? ഇതിന്നിപ്പോ സംസാരിക്കാൻ പോകുന്ന സന്ദീപ് വാചസ്പതിക്കും ഈ BRM ഷഫീറിന്റെയും കയ്യിലേക്ക് നല്ല മുട്ടൻ വടി വെട്ടിക്കൊടുത്തിരിക്കുകയാണ് PV അൻവർ. ഇല്ല, സന്ദീപ് വാചസ്പതിയുടെയും BRM ഷഫീറിന്റെയും കയ്യിലേക്ക് ഒരു വടിയും കിട്ടിയിട്ടില്ല. കാരണം എന്താ വെച്ചാല് അവർക്ക് രണ്ടുപേർക്ക് ഞാൻ മനസ്സിലാക്കുന്നത്, ഇൻക്ലൂഡിംഗ് ദ മീഡിയ ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ്, ഈ നടക്കുന്ന ഡിസ്കോഴ്സിൽ വലിയ റോളൊന്നുമില്ല. PV അൻവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് പറയാന്നല്ലാതെ ഇന്നലെ അദ്ദേഹം CM-നെ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചപ്പോൾ അപ്പം അൻവർ കീഴടങ്ങിയേ എന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കുക. ഇന്ന് രാവിലെ PV അൻവർ കുറച്ചുകൂടി സ്റ്റേൺ ആയിട്ട് സംസാരിക്കുമ്പോൾ അൻവർ പിന്നെയും നടക്കുന്നു. PV അൻവർ ഡിസൈഡ് ചെയ്യുന്ന തലത്തിലേക്ക് ആ ടോണിൽ പോവുക, മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയാന്നല്ലാതെ ഇവർക്ക് ഇപ്പൊ നടക്കുന്ന ഈ അതിനുള്ള മറുപടി വേണം. PV അൻവറിന്റെ ടോണിനനുസരിച്ച് സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് പ്രതിപക്ഷം എത്തിയോ? യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് PV അൻവർ ആണോ? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ PV അൻവർ പറയുന്നു.
PV അൻവർ പറയുന്നതനുസരിച്ച് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പ്രതിപക്ഷം എത്തപ്പെട്ടോ? PV അൻവറിന്റെ ടോണിനനുസരിച്ച് പ്രതിപക്ഷം പെരുമാറുന്നുണ്ടോ എന്നതാണ് ചോദ്യം. അങ്ങേക്ക് മറുപടി പറയാം ഒരു ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക്. PV അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും പാർട്ടിക്ക് ബോധ്യപ്പെട്ടോ എന്നാണ് ചോദ്യം. അഡ്വക്കേറ്റ് BRM ഷഫീർ, കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ പ്രേംകുമാർ, ഇടത് സഹയാത്രികൻ BJP പ്രതിനിധി സന്ദീപ് വാചസ്പതി, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് അസഫ് അലി എന്നിവരാണ് നമുക്കൊപ്പം. BRM ഷഫീർ, പ്രതിപക്ഷം PV അൻവറിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുകയാണോ? PV അൻവർ പറഞ്ഞ ആരോപണങ്ങൾക്കെല്ലാം പിന്തുണ പ്രഖ്യാപിക്കുകയാണോ പ്രതിപക്ഷം? യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പോൾ PV അൻവർ ആണോ? അല്ല, സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾക്കും പാർട്ടിക്കാർക്കും പ്രതിപക്ഷത്തിന് തന്നെയും തോന്നിപ്പോകും. കേരളത്തിൽ ഇരുമ്പ് മറയ്ക്കകളിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA തന്നെ ഇടതുപക്ഷത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെതിരായിട്ടും ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായിട്ടും പൊളിറ്റിക്കൽ സെക്രട്ടറിയാൽ നിയന്ത്രിക്കപ്പെടുന്ന അഭിനവ DGP ചമയുന്ന ADGPക്കെതിരായിട്ടും തൊടുത്തുവിട്ടിരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ചില പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന ചില വിവാദപരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, അതുമായി ബന്ധപ്പെട്ട അലിഗേഷനുകൾ ഇന്നലെ നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ടറിയാം. അത് ഒന്ന് സ്വർണ്ണക്കടത്താണ്, കൊലപാതകമാണ്, ഫോൺ ചോർത്തലാണ്, RSS ബന്ധമാണ്, മരം കടത്തലാണ്, സ്വർണം പൊട്ടിക്കലാണ്, കൊലപാതകത്തിൻ്റെ ശ്രമമാണ്, തെളിവ് നശിപ്പിക്കലാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? അൻവർ പറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. പ്രേംകുമാർ ചോദിച്ചൊരു ചോദ്യം ഇതാണ്. കോൺഗ്രസോ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷമോ പറയുന്നതിനേക്കാൾ ഗൗരവം ഒരു MLA, അതും CPMന്റെ സഹയാത്രികനായിരിക്കുന്ന ഒരു MLA വന്നിട്ട് എനിക്ക് സുരക്ഷയ്ക്ക് തോക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന വാചകങ്ങൾക്ക് ഗൗരവമുണ്ട്. ആ ഗൗരവം ഉള്ളത് കൊണ്ട് തന്നെ പ്രേംകുമാർ മറുപടി പറഞ്ഞാൽ പോരാ. പ്രേംകുമാറിനേക്കാൾ കടുപ്പപ്പെട്ട ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ എന്തിനാ ചാനൽ ചർച്ച ചെയ്ത് ഒളിച്ചോടുന്നത്? എന്തിനാ പ്രേംകുമാറിനെ പോലുള്ള നിരീക്ഷകന്മാരെ വിടുന്നത്? അതിന്റെ അർത്ഥം തന്നെ എന്താണ്? നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്ന് അൻവർ പറഞ്ഞ 3 വാചകങ്ങൾ പറയാം. ഒന്ന്, അദ്ദേഹം പറഞ്ഞു പിന്നെ എനിക്ക് ഒരു ഉറപ്പും കിട്ടിയിട്ടില്ല. ഇന്നലെ അൻവർ പറഞ്ഞ എന്താണ്? ADGPയെ മാറ്റണം എന്നുള്ള വ്യവസ്ഥയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ അൻവർ ഇന്ന് 24 മണിക്കൂറിനുള്ളിൽ മാറ്റി പറയുന്നുകൊണ്ട് പറയുന്നു എനിക്കൊരു ഉറപ്പും കിട്ടിയിട്ടില്ല. 2, അദ്ദേഹം പറയുകയാണ് അന്വേഷണം പ്രഹസനമാകുന്നു. ഒരു പിയൂണ് ഹെഡ് മാസ്റ്റർക്കെതിരായിട്ട് അന്വേഷണം നടത്തുന്നത് പോലെ പ്രഹസനമാകുന്നു. 2ാമത്തെ ആരോപണം. ഇന്ന് അൻവർ 3ാമതായിട്ട് വെളിപ്പെടുത്തുന്നു സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ അപ്രൈസർ വഴി സ്വർണം പിന്നെ കൈമാറ്റുന്നതിന് വേണ്ടിയിട്ട് ലീവിൽ പോയിട്ടുള്ള SP ശ്രമിക്കുന്നു. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് അറിയുമോ? പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ശരീരഭാഷയിൽ വ്യതിയാനമുണ്ടാവുകയും അദ്ദേഹത്തിന് തന്നെ അന്വേഷണത്തിൽ പ്രഹസനം കാണാതിരിക്കുകയും അന്വേഷണത്തോട് സഹകരിക്കുകയും ചെയ്യുന്ന ശരീരഭാഷയിൽ നിന്നും ഉടലെടുത്ത PV അൻവർ 24 മണിക്കൂറിന് ശേഷം പാർട്ടി സെക്രട്ടറിയെ കാണുമ്പോൾ ആത്മവിശ്വാസം തിരിച്ചുപിടിക്കുകയും അന്വേഷണത്തിൽ എനിക്ക് വിശ്വാസമില്ല, പ്രഹസനമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള അന്വേഷണത്തിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും പാർട്ടി സെക്രട്ടറിയുടെ ഒരു പ്രത്യേക തരത്തിലുള്ള സംരക്ഷണം ഇന്ന് അൻവറിന് കിട്ടിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഇന്നലെ പിണറായിയിൽ നിന്ന് കിട്ടാത്തൊരു കാര്യം ഇന്ന് ഗോവിന്ദനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പാർട്ടി സെക്രട്ടറിക്കും പിണറായി വിജയനും മുഖ്യമന്ത്രിക്കും രണ്ട് വെർഷനാണെന്നുള്ളതാണ്. ഇവിടുത്തെ പ്രശ്നം ഞാൻ നിങ്ങളുടെ പറയാം. എന്താണ് ഗൗരവമാകുന്നത്? ഒന്നാമത്തെ കാര്യം നമുക്ക് പറയാം, സ്വർണം പൊട്ടിക്കലാണ്. അഭിനവ ADGPക്കെതിരെ വളരെ ഗുരുതരമായി ദുബായിലെ മാർക്കറ്റിൽ നിന്നും സ്വർണം ആളുകൾ വാങ്ങുമ്പോൾ തന്നെ, അതും കടത്താൻ വാങ്ങുമ്പോൾ തന്നെ കൃത്യമായ വിവരങ്ങളും പാസ്പോർട്ട് ഡീറ്റെയിൽസുകളും കിട്ടുന്നു എന്നും എമിഗ്രേഷൻ കൗണ്ടറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ADGPയുടെ അടുത്ത ബന്ധുക്കൾ വഴി ഈ സ്വർണം കാരിയർമാരെ പിന്തുടർന്ന് പിടികൂടുന്നു, പോലീസിനെ വെച്ച് പിടികൂടുന്നു. പിടികൂടിയതിനു ശേഷം ADGPയുടെ ഭാര്യയുടെ അടുത്ത ബന്ധുക്കൾ അത് കൈമാറ്റം ചെയ്യുന്നു. വളരെ ഗുരുതരമല്ലേ? എന്തുകൊണ്ട് ADGP? അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, എന്തിനാ ADGPയെ സംരക്ഷിക്കുന്നു? ഞങ്ങളിത് മുൻപേ പറഞ്ഞതാണ്. ആരാണ് അജിത് കുമാർ എന്ന് ഞങ്ങൾക്കറിയാം. എന്തുകൊണ്ട് അജിത് കുമാറിലേക്ക് ഞങ്ങൾ വിരൽ ചൂണ്ടുന്നത് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അരുൺകുമാറിനൊക്കെ അറിയുമായിരിക്കും. നമ്മുടെ യാഷ് കിരൺ എന്ന് പറയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകനുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടായി. മുഖ്യമന്ത്രിയുടെ മകൾക്കും ഭാര്യയ്ക്കുമെതിരായി വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ പുറത്തു വരുന്ന ഒരു സന്ദർഭം. അത് കൂടാതെ അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും അമേരിക്കയിൽ നിക്ഷേപമുണ്ടെന്ന് യാഷ് കിരണിനെ പോലെ ഒരു മാധ്യമപ്രവർത്തകൻ എന്നൊരാൾ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അന്ന് ക്രമസമാധാനത്തിന്റെ ഒരു ചുമതലയും വഹിക്കാത്ത ADGP ആയിരിക്കുന്ന ശ്രീ MR അജിത് കുമാർ 42 വാട്സപ്പ് കോളുകൾ ഈ യാഷ് കിരണിനെ വിളിക്കുന്നു. എന്നിട്ടോ
വളരെ ദ്രുതഗതിയിൽ സ്വപ്ന സുരേഷിന്റെ അടുത്ത അനുയായിയായ സരിനെ പാലക്കാട് നിന്ന് പൊക്കുന്നു, എന്നിട്ട് ഫോൺ പിടിച്ചു വാങ്ങുന്നു, തെളിവുകൾ നശിപ്പിക്കുന്നു. ഒറ്റ ചോദ്യം, ഇതുവരെയും അജിത് കുമാറോ ആഭ്യന്തര വകുപ്പോ അതുമായി ബന്ധപ്പെട്ടവരെ മറുപടി പറയാത്ത കാര്യം, ആഭ്യന്തര വകുപ്പ് അകത്ത് നടക്കുന്ന ഒരു ഇന്നർ സർക്കിൾ നടത്തേണ്ട ഒരു കാര്യം എങ്ങനെയാണ്, ആരാണ് ചുമതലപ്പെടുത്തിയത് അന്ന് ഈ അജിത് കുമാറിനെ? അജിത് കുമാർ 43 വാട്സപ്പ് കോളുകൾ വിളിച്ചത് എന്തിന്? ആരാണ് അദ്ദേഹത്തിനെ മീഡിയേറ്റർ ആക്കിയത്? എന്തായിരുന്നു ഉദ്ദേശം? വളരെ വ്യക്തമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളും അവരുമായി ബന്ധപ്പെട്ടവർക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ മൂടിവെക്കാനും തെളിവ് നശിപ്പിക്കാനും ഇതേ അജിത് കുമാറിനെ മുഖ്യമന്ത്രി ഉപയോഗിച്ചത് കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് പുറത്തറിയാൻ കഴിയാതെ വരുന്നത്. കാരണം പുറത്തിറങ്ങിയാൽ അജിത് കുമാർ ഇതെല്ലാം വെളിപ്പെടുത്തും. വെളിപ്പെടുത്തിയാൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ടാവില്ല. പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് വന്നാൽ മുഖ്യമന്ത്രി തന്നെ ഉണ്ടാവില്ല. ഇനി രണ്ടാമത്തെ ആരോപണം അതുകൂടി പറഞ്ഞുകൂടി ഞാൻ എൻ്റെ ഈ സെഷൻ അവസാനിപ്പിക്കാം. വളരെ ഗുരുതരമായി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്ന ഒരു ADGP RSSുമായിട്ട് വളരെ അടുത്ത നിലയിൽ പ്രവർത്തിക്കുന്നു. ഒരു ആരോപണമാണ്. RSSനെ നിരോധിച്ച സംഘടനയൊന്നുമല്ല, എങ്കിൽ പോലും അവിടുത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു. RSSന്റെ ചുമതലക്കാരനായിട്ടുള്ള ദത്താത്രേയ ഹൊസബലയെ അവിടെ പോയി കണ്ട് ചർച്ചകൾ നടത്തുന്നു. എങ്ങനെ പോകുന്നു? ഹയാത്ത് ഹോട്ടലിൽ ഔദ്യോഗിക ADGPയുടെ കാർ ഉപേക്ഷിച്ച് സ്വകാര്യ കാറിൽ പോയി ദത്താത്രേയെ പോയി കണ്ട് അദ്ദേഹവുമായി സംസാരിക്കുന്നു. അതിന്റെ അടുത്ത ദിവസങ്ങളിൽ പൂരം കലകുന്നു. ഒരു പ്രകോപനവുമില്ലാതെ ഒരു തൃശ്ശൂരിലെ ഒരു കമ്മീഷണർ ഒരു പ്രകോപനം കൂടാതെ ആദ്യം വരുന്നു, ലൈറ്റ് അണയ്ക്കുന്നു, പൂരക്കാരെ തെറിവിളിക്കുന്നു, ആനയുടെ ആളുകളെയും അടിച്ചോടിക്കപ്പെടുന്നു, ലൈറ്റുകൾ അലങ്കോലപ്പെടുത്തുന്നു, പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഒഴിവാക്കപ്പെടുന്നു, അടിച്ചോടിക്കപ്പെടുന്നു. അതിന്റെ പുറകിൽ കൃത്യമായിട്ട് തന്നെ ഒരു പ്രത്യേകതരം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനും RSSന് കടന്നു കയറാനും സുരേഷ് ഗോപിക്ക് വഴിവെക്കാനും വേണ്ടിയിട്ട് ഈ MR അജിത് കുമാറിന്റെ ആ തൃശ്ശൂരിലെ സാന്നിധ്യത്തിൽ തന്നെ ഒരു കമ്മീഷനെ കൊണ്ട് ചെയ്യിച്ചതാണെന്ന് ബോധ്യപ്പെടും. അപ്പോഴാണ് എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. കരിവണ്ണൂർ ബാങ്കിലെ അഴിമതി കേസിൽ അരവിന്ദാക്ഷനും കണ്ണനും മൊയ്തീനും അകത്ത് പോകാതിരിക്കാൻ, മകൾക്കെതിരായിട്ടുള്ള SFISന്റെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി ADGP ഉപയോഗിച്ച് തൃശൂർ പൂരം കലക്കുകയായിരുന്നു എന്നതാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. അഡ്വക്കേറ്റ് BRM ഷഫീർ, അത് മാത്രവുമല്ല അതിനുശേഷം ആ തൃശൂർ പൂരത്തിന്റെ കലങ്ങിയതിനെ കുറിച്ചുള്ള അന്വേഷണം നടത്താൻ അതേ ആളെ തന്നെ ഏൽപ്പിച്ചു. അതേ അഡീഷണൽ DGPയെ തന്നെയാണ് ഏൽപ്പിച്ചതെന്നാണ്. ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ആ റിപ്പോർട്ട് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഞാൻ വരാം. ഈ രണ്ട് ആക്ഷേപങ്ങൾക്കുള്ള മറുപടി ഡോക്ടർ പ്രേംകുമാർ എന്താണ് ഇടതുപക്ഷത്തിന് തോന്നുന്നത് എന്നൊരു പ്രതികരണം നൽകണം. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് സന്ദീപ് വാചസ്പതിയിലേക്ക്. സന്ദീപ് വാചസ്പതി, ഇപ്പോൾ കേരളത്തിൽ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടാണ്. ആ വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസും ഒപ്പം PV അൻവറും CPIയും BJPയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു. മാത്രവുമല്ല CPIയുടെ VS സുനിൽകുമാർ പറയുന്നത് ഇത് BJPയുടെ ഫോർമുലയാണ് പൂരം കലക്കൽ, അതിന് ADGP കൂട്ടുനിന്നു എന്നതാണ്. കോൺഗ്രസ് ഒരുപടി കൂടി കടന്ന് അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്ന് പറയുന്നു. ഈ പൂരം കലക്കലിൽ BJPയുടെ ഫോർമുലയായിരുന്നോ? അവിടെ ADGP ഏതെങ്കിലും പങ്കുവഹിച്ചിരുന്നോ? ADGP RSS നേതാവിനെ കണ്ടത് അത്ര വലിയ ക്രൈമാണോ? മാത്രവുമല്ല ഈ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെ എങ്ങനെയാണ് BJP കാണുന്നത് ആഭ്യന്തര വകുപ്പിൽ? വാചസ്പതി. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ പ്രേംകുമാർ ചോദിച്ചു ഈ വിഷയത്തിൽ BJPക്കും കോൺഗ്രസിനുമൊക്കെ എന്താണ് റോള്. അദ്ദേഹത്തോട് തിരികെ ചോദിക്കാനുള്ളത്, ഇവിടെ കേരളത്തിൻ്റെ ഭരണത്തിൽ മുഖ്യമന്ത്രിക്ക് എന്താണ് റോള്? അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യത്തെപ്പറ്റി അദ്ദേഹത്തിന് അറിയുമോ? അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്തു ചെയ്യുന്നു? ലോ ആൻഡ് ഓർഡറിനെ പറ്റി ഡെയിലി വന്ന് അദ്ദേഹത്തോട് ബ്രീഫ് ചെയ്യുന്ന ADGP എന്തു ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ സ്വന്തം മുന്നണിക്കകത്തെ MLA എന്തു ചെയ്യുന്നു? ഇത് സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ധാരണ ഉള്ളതായി മുഖ്യമന്ത്രിക്ക് അറിയുമോ? അപ്പോൾ അതുകൊണ്ട് യാതൊരു വിധമായ കൺട്രോളുമില്ലാത്ത ഒരു ഭരണം കേരളത്തിൽ നടക്കുന്നു. അതിൻ്റെ ചുവട് പിടിച്ചാണല്ലോ ഈ ആരോപണങ്ങൾ മുഴുവൻ വന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടുത്തെ ആരോപണങ്ങളിൽ എത്രയെത്ര ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ആസഫ് അലി പറഞ്ഞതുപോലെ ആരോപണമാണോ വെളിപ്പെടുത്തലാണോ എന്നൊക്കെ കാലം തെളിയിക്കട്ടെ. പക്ഷേ എനിക്ക് ആരോപണം ഉന്നയിച്ച ആളോടും ചില കാര്യങ്ങൾ, ചില സംശയങ്ങൾ. അതായത് ഈ PV അൻവർ എന്നുള്ളത് വളരെ പെട്ടെന്ന് മാധ്യമങ്ങൾക്ക് വിശുദ്ധനായി വന്നതിൽ വലിയ അതിശയവുമൊന്നുമില്ല. അതവിടെ നിൽക്കട്ടെ. PV അൻവറിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ ഇടപെടലുകളും അദ്ദേഹം എപ്രകാരമാണ് കേരള രാഷ്ട്രീയത്തിൽ ഇടപെട്ടതെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, PV അൻവർ പറഞ്ഞതിൽ അതീവ ഗുരുതരമായി ഞാൻ കാണുന്ന ഒരു കാര്യം, ഈ ADGP അജിത് കുമാറിനെതിരെ പലവിധ ആരോപണങ്ങളും ഉന്നയിച്ചു. അതൊക്കെ അന്വേഷിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ADGP അജിത് കുമാർ മന്ത്രിസഭയിലെ പലരുടെയും ടെലിഫോൺ ചോർത്തി എന്നതിന് യാഥാർത്ഥ്യം. അത് നിലവിലുള്ള സംവിധാനത്തെ അദ്ദേഹം ദുരുപയോഗം ചെയ്തതാണ് എന്നും നമുക്കറിയാം. അത് ആരുടെ നിർദ്ദേശമാണ് എന്നതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ
PV അൻവർ എങ്ങനെയാണ് ടെലിഫോൺ ചോർത്തുക? ADGP അജിത് കുമാറിന്റെ ഭാര്യയുടെ ടെലിഫോൺ താൻ ചോർത്തിയിട്ടുണ്ട്, വേണ്ടി വന്നാൽ ഇനിയും ചോർത്തുമെന്ന് PV അൻവർ പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ യാതൊരു സംശയവും നമുക്കാർക്കും എന്താ തോന്നാത്തത്? അൻവറിന്റെ വീട്ടിൽ ടെലിഫോൺ ചോർത്താനുള്ള സംവിധാനങ്ങളുണ്ടോ? അതോ ADGPക്ക് മുകളിൽ ആരെങ്കിലും, ലോ ആൻഡ് ഓർഡർ ADGPക്ക് മുകളിൽ ആരെങ്കിലും ഈ ടെലിഫോൺ ചോർത്തി അൻവറിന് നൽകിയോ? സത്യത്തിൽ PV അൻവറിനെതിരെ ഇമ്മീഡിയറ്റ് കേസ് എടുക്കേണ്ടതല്ലേ? അദ്ദേഹത്തിന്റെ കൺഫെഷൻ ആയിരുന്നു അത്, ഞാൻ ടെലിഫോൺ ചോർത്തിയിട്ടുണ്ട്, ഇനിയും ചോർത്തും. നിയമ സംവിധാനത്തോട് വെല്ലുവിളിയാണ്. ഇവിടുത്തെ CPIMന്റെ പ്രതിനിധികളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യത്തെ പറ്റിയും പൗരാവകാശത്തെ പറ്റിയും വലിയ വാചാലരാകുന്നവരല്ലേ? നിങ്ങളുടെ ഒരു MLA തന്നെ ആത്മവിശ്വാസത്തോടെ മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് കൺഫസ് ചെയ്യുകയാണ്, ഞാൻ ടെലിഫോൺ ചോർത്തി. ആരുടെ ടെലിഫോൺ? കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ നോക്കുന്ന ഒരു ADGPയുടെ ഭാര്യയുടെ ടെലിഫോൺ നോക്കൂ നിങ്ങൾ. അപ്പൊ അതിൽ ആർക്കും നമുക്കൊരു അസ്വാഭാവികതയുമില്ല. അപ്പൊ ഇവിടെയാണ് PV അൻവർ എന്ന് പറയുന്ന MLAയുടെ വെളിപ്പെടുത്തലിനെ പോലും നമുക്ക് സംശയിക്കേണ്ടി വരുന്നത്. അല്ല, സന്ദീപ് വാചസ്പതി, RSS ബന്ധം ADGPക്ക് ഉള്ളതുകൊണ്ടാണോ താങ്കൾക്ക് ഈ ആരോപണങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് ADGPയുടെ ഫോൺ ചോർത്തലായി മാറിയത്? അല്ല, ADGPക്ക് RSS ബന്ധത്തിലേക്ക് ഞാൻ വരാം അരുണേ, അതിനകത്ത് നമ്മൾ ഒളിച്ചോടുന്നൊന്നുമില്ല. ഞാൻ അതിനു മുമ്പ് ചില വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാം. ഞാൻ ചോദിച്ചു, അതിനകത്തൊരു ഗൗരവതരമായ കുറ്റകൃത്യമായി താങ്കൾക്ക് തോന്നുന്നില്ലേ? പോലീസ് ആസ്ഥാനത്ത് ടെലിഫോൺ ചോർത്താനുള്ള സംവിധാനമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ദുരുപയോഗം ചെയ്തിട്ടുമുണ്ട്, അത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. എന്റെ ചോദ്യം, ഈ സംവിധാനമില്ലാത്ത ഒരു MLA ഇതെങ്ങനെ ചോർത്തും? ചോർത്തിയ കുറ്റം തന്നെയാണ് സന്ദീപ് വാചസ്പതി. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം വാട്സാപ്പിലുള്ള മറ്റൊരു ഫോൺ വെച്ച് ചോർത്തിയെടുത്തു എന്നതാണ് ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം നൽകിയ വിശദീകരണം അങ്ങനെയാണ്. അല്ല, താങ്കൾക്ക് അതെങ്ങനെ അറിയാം അയാൾ എങ്ങനെയാണ് ചോർത്തിയതെന്ന് താങ്കളോട് പറഞ്ഞു? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ കിട്ടിയ വിവരമാണ് ചോർത്തി എന്നാണ് പറഞ്ഞത്. അദ്ദേഹം സുജിദാസിന്റെ ഫോണും ചോർത്തിയത് അങ്ങനെയാണ്. സുജിദാസ് വാട്സാപ്പ് കോൾ വിളിച്ചു, മറ്റൊരു മൊബൈൽ ഫോൺ വെച്ചത് റെക്കോർഡ് ചെയ്തു, അതാണ് സംഭവിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, വാട്സപ്പ് കോള് അതൊരു ചോർത്തലാണോ സർ? അതിനൊക്കെ ചോർത്തൽ എന്നാണോ നിങ്ങൾ പറയുക? ആയിക്കോട്ടെ, ഞാൻ അൻവർ പറഞ്ഞ വാചകത്തെ തന്നെയാണ് പറഞ്ഞത്. ശരി, ഇവിടെ പ്രശ്നം എന്താ? ഇപ്പൊ ADGP എന്താണ് RSS നേതാവിനെ കണ്ടോ ഇല്ലയോ എന്ന് വെളിപ്പെടുത്തേണ്ടത് ADGP ആണ് അല്ലെങ്കിൽ RSS ആണ്? ഇത് രണ്ടു കൂട്ടരും, നമ്മൾ രണ്ടുപേരും ഇതിന്റെ ഇപ്പുറത്ത് നിൽക്കുന്നവരായതുകൊണ്ട് അതേപ്പറ്റി ADGP പറയട്ടെ, അദ്ദേഹം കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. ഞാൻ ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിക്കാൻ, അദ്ദേഹം വളരെ വാചാലനായി സംസാരിക്കുന്നുണ്ടായിരുന്നു. തൃശ്ശൂർ പൂരം കലക്കുന്നതിന് വേണ്ടിയാണ് RSS നേതാവ് നിർദ്ദേശം കൊടുത്തത് എന്നൊക്കെയാണ് അല്ലെ? ഞാൻ ചോദിക്കട്ടെ, ഇത്ര കാലം നിങ്ങൾ എവിടെയായിരുന്നു? ഈ തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ ആണോ RSS നേതാവുമായി ADGP? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, തെരഞ്ഞെടുപ്പ് തോറ്റ് 15 മാസങ്ങൾക്ക് മുൻപാണ് ഇത്തരം ഒരു കൂടിക്കാഴ്ച നടന്നത് എന്നാണ് VD സതീശന്റെ അവകാശവാദം. പക്ഷെ PV അൻവർ പറഞ്ഞത് 1 വർഷം മുമ്പ് പാലക്കാട്ട് നടന്നു എന്നാണ് പറയുന്നത്. VD സതീശൻ പറയുന്നു തൃശ്ശൂരാണ് കൂടിക്കാഴ്ച നടന്നത്. എവിടെയാണ് എന്ന് ഈ കണ്ടവർ വെളിപ്പെടുത്തട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ADGP RSS നേതാവിനെ കണ്ടിട്ടുണ്ട് എങ്കിൽ അതിലെന്താ എത്ര അസ്വാഭാവികത? ഈ രാജ്യത്ത് ആരെല്ലാം RSS നേതാക്കന്മാരെ കാണുന്നുണ്ട്? RSS എന്നുള്ളത് കഴിഞ്ഞ 100 വർഷമായി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടന എന്ന നിലയിൽ നിരവധി ആൾക്കാർ, അന്താരാഷ്ട്ര പ്രശസ്തരായ വ്യക്തികൾ, മുൻ പ്രസിഡന്റുമാര്, ഇന്ത്യൻ രാഷ്ട്രപതിമാര് RSS നേതാക്കന്മാരെ കണ്ടിട്ടില്ലേ? അംബാസഡർമാർ കണ്ടിട്ടില്ലേ? IAS IPS അങ്ങനെ ആരെല്ലാം കാണുന്നുണ്ട്? മന്ത്രിമാര്, ഗവർണർമാര്, സാഹിത്യകാരന്മാര്, സിനിമാക്കാര്, നോബൽ ലോറേറ്റ്സ് ആരെല്ലാം കാണാറുണ്ട്. അപ്പൊ ADGP കണ്ടോ ഇല്ലയോ എന്ന് അവർ വെളിപ്പെടുത്തണം. എൻ്റെ വിഷയം അതല്ല. നമ്മുടെ വിഷയം കേരളത്തിന്റെ ഭരണത്തിനെതിരെ ഇത്ര ഗുരുതരമായ ഒരു ആരോപണം എങ്ങനെ പുറത്തു വന്നു? ഇതിനകത്ത് രാഷ്ട്രീയമാണല്ലോ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ പറഞ്ഞതിനകത്ത് തന്നെയുണ്ട്, രാവിലെ മുഖ്യമന്ത്രിയെ കാണാൻ പോയി വളരെ ഗ്ലൂമിയായി മടങ്ങി വരുന്ന PV അൻവർ പാർട്ടി സെക്രട്ടറിയെ കാണുന്നതോടുകൂടി പഴയ ഫോമിലേക്ക് ഉയർന്നു എങ്കിൽ പണ്ട് VS അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്നവരല്ലേ, നമുക്ക് മനസ്സിലാവില്ലേ? കസ്റ്റംസും പോലീസും അടക്കമുള്ള സ്വർണ്ണം പൊട്ടിക്കലടക്കമുള്ള വിഷയങ്ങൾ ഈ സംസ്ഥാനത്ത് നടക്കുന്നു, ഈ രാജ്യത്ത് നടക്കുന്നു എന്നറിയുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത് എന്ത് ചെയ്യുകയായിരുന്നു? റവന്യൂ ഇന്റലിജൻസ് വിഭാഗം എന്തു ചെയ്യുകയായിരുന്നു? കസ്റ്റംസ് വിഭാഗത്തിനും പോലീസിനും തമ്മിലൊരു കൂട്ടുകെട്ടുണ്ടെങ്കിൽ സ്വർണ്ണക്കടത്ത് പിടിക്കാൻ ഒരുപാട് ഓടി നടന്ന സ്വപ്ന സുരേഷിന്റെ വിഷയത്തിലെ BJP നേതൃത്വം ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ADGP നടത്തിയ ഇടപാടുകളെക്കുറിച്ച് ഇപ്പോഴും BJPക്ക് സംശയമില്ലാത്തത് എന്തുകൊണ്ടായിരിക്കും?
അല്ല, ഇതിനകത്ത് അരുണെ, നമ്മളൊക്കെ ഈ വെളിപ്പെടുത്തൽ വരുമ്പോഴാണല്ലോ നമ്മളെല്ലാം ഇക്കാര്യങ്ങൾ അറിയുന്നത്. കേരള BJPയെ പറ്റി താങ്കൾ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കേരള BJPക്ക് കേരളത്തിലെ കസ്റ്റംസിലെ ഉദ്യോഗസ്ഥന്മാർ എത്തരത്തിൽ ഇടപെടുന്നു എന്ന് അറിയാനുള്ള രഹസ്യ സംവിധാനങ്ങളൊന്നും ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടി ആസ്ഥാനത്ത് അത്തരം ചോർത്തൽ പരിപാടികളൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് CPIM-ന്റെ രണ്ട് ധാരകളാണ് ഈ സ്വർണ്ണക്കടത്തിന് ഉപോത്ബലകമായി അല്ലെങ്കിൽ അതിന്റെ ചാലക ശക്തികളായി പ്രവർത്തിക്കുന്നത്. കണ്ണൂർ പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ട 2 ധാരകൾ ഇതിനകത്തുണ്ടെന്ന് ആർക്കാണ് അറിയാൻ വയ്യാത്തത്? അവര് തമ്മിലുള്ള പടലപ്പിണക്കത്തിന്റെ ഭാഗമാണിത്. കഴിഞ്ഞ ദിവസം ഒരു കാര്യം ഞാൻ പറയാം. PV അൻവറിന് പരസ്യ പിന്തുണയുമായി രംഗത്ത് വന്ന കാരാട്ട് റസാക്കാരാണ്. കാരാട്ട് റസാക്ക് വളരെ പെട്ടെന്ന് പിന്തുണയുമായി വന്നില്ലേ? അപ്പൊ PV അൻവറും കാരാട്ട് റസാക്കും ജലീലും അടക്കമുള്ള ഒരു നെക്സസിന് കണ്ണൂരിലെ സ്വർണ്ണക്കടത്ത് ലോബിയുമായി എന്ത് ബന്ധമുണ്ട് എന്ന് നാം അന്വേഷിച്ചോ? അപ്പൊ ഇതിന്റെ പിന്നിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നവർക്ക് ബന്ധമുണ്ടെന്ന് എങ്ങനെ പറയാൻ സാധിക്കും വചസ്പതി? അത് ലോജിക്കലി കറക്റ്റ് ആവില്ലല്ലോ. ഈ സ്വർണ്ണക്കടത്ത് വിഷയം അന്വേഷിക്കണം എന്നല്ലേ അവർ പറയുന്നത്? അല്ല, അതാ ഞാൻ ആരോപണം ഉന്നയിച്ചവരും അല്ല സർ, ആരോപണം ഉന്നയിച്ചവന്മാർ അത്ര മാന്യന്മാരൊന്നും അല്ലല്ലോ. അവരാണല്ലോ ഇവിടുത്തെ വിഷയം. അല്ല, മറിച്ച് തെളിവുകൾ നമ്മുടെ കയ്യിലില്ല. ശ്രീ വചസ്പതി, ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം ആണെങ്കിൽ വരാം എല്ലാ അതിഥികളിലേക്കും. ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. പാർട്ടിക്കെല്ലാം ബോധ്യപ്പെട്ടോ എന്നാണ് ചോദ്യം. അഡ്വക്കേറ്റ് അസഫ് അലി, ഇനി സർക്കാരിന് മുന്നിലെ സാധ്യതകൾ എന്താണ്? ഈ അന്വേഷണ കമ്മിറ്റി അല്ലാതെ മറ്റെന്തെങ്കിലും സാധ്യതകൾ സർക്കാരിന് മുന്നിലുണ്ടോ? കാരണം ഈ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്താൽ പേഴ്സണൽ മന്ത്രാലയത്തിൽ നിന്ന് ഒരു കൊറി വരും എന്നാണ് ചില ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിന് ആദ്യം ഈ സുജിത് ദാസിനെ കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ബീഗത്തിൻ്റെ റിപ്പോർട്ട് കിട്ടണം. ആ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അതിൽ നടപടിയെടുക്കാൻ കഴിയൂ. ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന അജിത് കുമാറിനെതിരെയും നടപടിയെടുക്കുക സാധ്യമല്ല എന്നാണ് ചില നിയമവൃത്തങ്ങൾ പറയുന്നത്. കാരണം ആ ഒരു കമ്മിറ്റി ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനായിട്ടൊരു ടീമിനെ നിയോഗിക്കുമ്പോൾ ആ ടീമിൻ്റെ റിപ്പോർട്ട് വരാതെ നടപടിയെടുക്കുന്നത് എങ്ങനെ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പാലിക്കണ്ടേ എന്നൊരു ചോദ്യമില്ലേ അസഫ് അലി? സർക്കാരിൻ്റെ മുന്നിൽ അല്ല ഞാൻ ചോദിക്കുന്നത്. ഈ സർക്കാർ ഈ വെച്ചിരിക്കുന്ന ഈ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു മീനിങ്ലെസ് കമ്മിറ്റിയാണ്. എന്ത് അന്വേഷണമാണ് അവർ നടത്തുന്നത്? ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിയാണോ? ഇറ്റ് ഈസ് എ ബേസ്ലെസ് ആണ്. അത് യാതൊരു അർത്ഥമില്ലാത്തതാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നിലമ്പൂർ MLA ഇത് മാർക്സിസ്റ്റ് പാർട്ടിന്റെ അകത്ത് നടക്കുന്ന നാളുകളിൽ നടക്കാനിരിക്കുന്ന ഒരു പെരിസ്ട്രോയ്ക്ക അതുപോലൊരു മൂവ്മെന്റിന് കളമൊരുക്കാൻ കുറെ ആളുകളെ സ്വകാര്യത്തിൽ സംഘടിപ്പിക്കാനോ മറ്റോ ഒരു പൊതുജനാഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം കുറെ കാര്യങ്ങൾ പുറത്തു പറയുന്നു, എന്നിട്ട് പെട്ടെന്ന് അദ്ദേഹം നിർത്തുന്നു. എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞിരിക്കുന്ന വളരെ ഗുരുതരമായ ക്രിമിനൽ ആക്ടിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ വിവരം എന്തുകൊണ്ട് അദ്ദേഹം ഒരു നിയമ നടപടിയിലേക്ക് പോകാൻ ധൈര്യം കാണിക്കുന്നില്ല? അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയുന്നത് സത്യമാണ്. അദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങൾ ശരിക്കും സീരിയസ് ഒഫൻസസ് തന്നെയാണ്. ഒന്ന്, ഈ ഡിസ്പ്രൊപ്പോർഷനേറ്റ് അസറ്റ് ADGP അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന വരുമാനവും അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് എടുക്കുന്ന വലിയ ബിൽഡിങ്ങിന്റെ ഒക്കെ അത് മാത്രം നോക്കി ഒരു പ്രിലിമിനറി എൻക്വയറിക്ക് സ്കോപ്പ് ഉള്ളതാണ്. പറയുകയും ചെയ്തു. PV അൻവറിന് അത് ബോധ്യപ്പെട്ടു. അത് നിൽക്കില്ല. കാരണം നമ്മളതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എങ്കിൽ പോലും അത് അദ്ദേഹത്തിന് സാധ്യമാവുന്നതേ ഉള്ളൂ. 1.5 കോടിയുടെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയുന്നത് അദ്ദേഹം പുറത്തു പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ അതിൽ കഴമ്പുള്ളതാണ് എങ്കിൽ, സത്യസന്ധമാണെങ്കിൽ ലീഗൽ ആക്ഷനിലേക്ക് അദ്ദേഹം വരണം. പ്രതികളോട് തന്നെ പ്രതികൾക്കെതിരെ അന്വേഷണം നടത്താൻ വേണ്ടി. പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ എന്ത് കഴമ്പ്, എവിഡൻസ്, തെളിവ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിതുവരെയും നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല. തെളിവ് വേണ്ട. ഈ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷനെ സംബന്ധിച്ച് ഇപ്പൊ ഒരു കോഴിക്കോട്ടെ കച്ചവടക്കാരനെ മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് കേസിന്റെ അന്വേഷണം വേറൊരു വഴിക്ക് തിരിച്ചുവിടുന്ന രീതിയിലാണ് ഇദ്ദേഹവും ADGPയെ ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ. അദ്ദേഹം അതിന്റെ കൂടെ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ആവശ്യപ്പെട്ടുകൂടാ? അതുപോലെ തന്നെ തൃശൂർ പൂരത്തിന്റെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറഞ്ഞു. ഇദ്ദേഹം ഇനിയും പറഞ്ഞിട്ടില്ല. സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് 30 സെക്കൻഡ്സ് മാത്രമേ സമയമുള്ളൂ. താങ്കൾക്ക് വചസ്പതി പറഞ്ഞതൊരു കൂടി മറുപടി പറയാം. അതിനു മുൻപ് ഞാൻ ഒന്ന് പ്രേംകുമാറിലേക്ക് പോയി വരട്ടെ. പ്രേംകുമാർ, നേരത്തെ താങ്കൾക്കെതിരെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി താങ്കൾക്ക് ഈ ഘട്ടത്തിൽ നൽകാം. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, എന്തുകൊണ്ട് ഒരു ലീഗൽ ആക്ഷൻ ഈ വിഷയങ്ങളിൽ ഉണ്ടാവുന്നില്ല? ഒരു ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി കൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ശ്രീ പ്രേംകുമാർ?
അരുൺ, ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി അല്ല, ലീഗൽ ആക്ഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ് വന്നിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പ്രോഗ്രസ് തന്നെയാണ് ചെയ്യുന്നത്. PV അൻവറിന്റെ ഇന്നത്തെ ഡയലോഗൊന്നും ഒക്കെ നമുക്ക് അത് തന്നെയാണ് മനസ്സിലാവുന്നത്. അതിനേക്കാൾ കൂടുതൽ പൊളിറ്റിക്കലി പറയുകയാണെങ്കിൽ ഇതൊരു വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസൈഡർ ക്രിറ്റിസിസമാണ്. ഇത്തരത്തിലുള്ള വളരെ ഹെവി ആയിട്ടുള്ള ഇൻസൈഡർ ക്രിറ്റിസിസത്തെ റെസിസ്റ്റ് ചെയ്യാനും ഫേസ് ചെയ്യാനും ഉള്ള കപ്പാസിറ്റി നിലവിൽ കേരളത്തിൽ LDF-നും CPM-നും മാത്രമേ ഉള്ളൂ. ആ കാര്യത്തിൽ ഉലയാതെ തന്നെ അവർ നിൽക്കുന്നുണ്ട്. PV അൻവർ എന്ന് പറഞ്ഞതുപോലെ ഒന്ന് കുലുങ്ങിയിട്ടുണ്ട്, ഇനിയൊന്ന് കലങ്ങും, ഇനി തെളിയാൻ പോവുകയാണ്. ആ പ്രതീക്ഷയും ആ കപ്പാസിറ്റിയും CPM-നും LDF-നും തന്നെ ഉള്ളൂ. അതിൽ PV അൻവറും നല്ല ഉലഞ്ഞാലും കലങ്ങിയാലും ഒടുവിൽ ഇടതുപക്ഷം കൃത്യമായി ലാൻഡ് ചെയ്യുമെന്നാണ്, തെളിഞ്ഞു വരുമെന്നാണ് BRM ഷഫീർ. അല്ല, അതിനകത്ത് പറയേണ്ടത് 2 പോയിന്റാണുള്ളത്. ഒന്ന്, ഈ CPM-ന്റെ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ്. അൻവർ വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ ഒരു ഭാഗം പോലും കളവുണ്ടാവുകയില്ല. ഒരുപക്ഷെ അൻവറിൻ്റെയോ അല്ലെങ്കിൽ അൻവറുമായി ബന്ധപ്പെട്ട സ്രോതസ്സിൻ്റെയോ കൈകൾ തെളിവുകളും ഉണ്ടാകാം. ഇവിടുത്തെ പ്രശ്നം എത്രയേ ഉള്ളൂ, CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ P ശശിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാവണം, തലശ്ശേരിയിൽ നിന്ന് ആ വേക്കത്തിൽ MLA ആയിട്ട് മത്സരിക്കണം, പിണറായി വിജയന്റെയും റിയാസിന്റെയും ഒരു രാഷ്ട്രീയ ഭൂമികയെ താങ്ങി നിർത്തണം. മറുഭാഗത്താണെങ്കിൽ ശ്രീ ഗോവിന്ദൻ പാർട്ടി പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ആ ഗോവിന്ദന് ഏറ്റവും വലിയ ബലം കൊടുക്കുന്ന തെളിവുകളും ബലം കൊടുക്കുന്ന ആരോപണങ്ങളുമാണ് PV അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പോ P ജയരാജൻ പാർട്ടിയിലേക്ക് വീണ്ടും ശക്തനായി തിരിച്ചു വരുന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാകുന്നു. P ജയരാജനും ഗോവിന്ദനും അടങ്ങുന്ന മറ്റൊരു പാർട്ടിയുടെ ഫ്രാക്ഷൻ പാർട്ടി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി പിടിച്ചെടുക്കാൻ അല്പം സമയം നമ്മൾ വൈകിപ്പോയി. സന്ദീപ് വചസ്പതി എനിക്ക് ഒറ്റ വാചകത്തിൽ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കണം. കാരണം നമ്മൾ ഓണസമയമായതുകൊണ്ട് അല്പം പരസ്യം കൂടിയിട്ടുണ്ട്. താങ്കൾ ക്ഷമിക്കണം. നമുക്ക് മറ്റൊരു അവസരത്തിൽ കൂടുതൽ സമയം ഞാൻ താങ്കൾക്ക് നൽകാം. ഒറ്റ വാചകത്തിൽ സന്ദീപ്. കുഴപ്പമില്ല. അതായത് CPIM-ലെ കണ്ണൂരിലെ സ്വർണ്ണക്കടത്ത് ലോബിയും പാർട്ടിയിലെ ME ഗോവിന്ദൻ പക്ഷവും, അതായത് പിണറായി വിരുദ്ധ പക്ഷവും തമ്മിൽ കൈകോർത്തതിന്റെ ഫലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സന്ദീപ് വചസ്പതി, താങ്ക് യു അഡ്വക്കേറ്റ് അസഫ് അലി, താങ്ക് യു ഡോക്ടർ പ്രേംകുമാർ ആൻഡ് അഡ്വക്കേറ്റ് BRM ഷഫീ ചർച്ചയിൽ ചേർന്നത്.